ചാപ്പയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു പാർട്ടി നേതാക്കൾക്ക് നേരെ അന്വേഷണം ഈ ചാപ്പയുടെ കാര്യത്തിൽ ഒരു പരിധിവരെ പാർട്ടിയുടെ സൈബർ സഖാക്കൾക്ക് മുൻഗാമിയായിട്ടില്ലേ ഇവർക്ക്? കാരണം പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരെ ഒന്നുകിൽ സംഗീതമായോ അല്ലെങ്കിൽ സുധാമികളായോ മുൻനിർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും കാലം വിചാരിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് കൂടിയാണോ ഈ ജമാഅത്തെ ഇസ്ലാമി ഇത് വഹിക്കുന്ന അതേ തന്ത്രം? ആ ചോദ്യം പ്രസക്തമല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ചോദ്യത്തിലെ ആദ്യ ഭാഗത്തുള്ളൊരു വിഷയം ഈ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളോ ചാക്കോത്തല്ലെന്ന് പറഞ്ഞു അത്തരം കാര്യങ്ങളോ നടക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സൈബർ ഇടങ്ങൾ പലപ്പോഴും ഉത്തരവാദിത്തരഹിതമായ ശൈലി സ്വീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുന്ന ഒരു മേഖലയാണ്, ഒരു രംഗമാണ്. അതിനെ ഒന്നും ഞങ്ങൾ സ്വീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. ഇപ്പൊ സൈബർ സഖാക്കൾ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ആ ഒരു പ്രയോഗം തന്നെ ഞാൻ സ്വീകരിക്കുന്ന ഒരു പ്രയോഗമല്ല. സഖാവാണെങ്കിൽ അയാൾ എല്ലായ്പ്പോഴും സഖാവായിരിക്കും. അത് സൈബർ ഇടത്തിലാണെങ്കിലും സൈബർ ഇടത്തിന് പുറത്താണെങ്കിലും ഒക്കെ സഖാവായിരിക്കും. പക്ഷെ ഈ സൈബർ ഇടങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും പല പല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ചിലപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നുണ്ടാവും, ചില സന്ദർഭത്തിൽ അതുപോലെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ആളുകളെ സൈബർ മേഖലയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു നിരയെ ഞങ്ങൾ അണിനിരത്തിയിട്ടില്ല. നമ്മളൊക്കെ സൈബർ ഇടത്തിൽ ഉള്ളവരാണല്ലോ. വളരെ കുറച്ചേ ഞാനൊക്കെ ഉള്ളൂ, എന്നാൽ അതിനേക്കാൾ കൂടുതലുള്ള ആളുകൾ മറ്റുള്ളവരുണ്ടാകും. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു ഇടതുപക്ഷക്കാരൻ അവന്റെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ സോഷ്യൽ മീഡിയയിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ അങ്ങനെ നടത്തുന്നത് ഏറ്റവും ഔചിത്യത്തോടെയും മര്യാദയോടെയും സംസ്കാര സമ്പന്നതയോടെയും ആവണം എന്ന നിലപാടാണ് ഞങ്ങളെല്ലാം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് ആരെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പൊതുവായ ഒരു പ്രസ്താവനയായി പറഞ്ഞതാണ്. അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാലുള്ളൊരു വിഷയം സൈബർ ഇടത്തിലെ ഉത്തരവാദിത്തരഹിതമായ ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ, അതിപ്പോ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തെയും പിന്തുണയ്ക്കുന്നവരിൽ നിന്നുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നവർ എന്ന് കരുതപ്പെടുന്നതിൽ നിന്നുണ്ടാവാറുണ്ട്. പലപ്പോഴും വൈകാരികമായിട്ടൊക്കെയാണ് അതിന്റെ ഒരു രീതിയുള്ളത്. ഇവിടെ നമ്മൾ പരാമർശിക്കുന്ന അതേ അല്ല. ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടനയെ കുറിച്ച്, വെൽഫെയർ പാർട്ടി എന്ന ഒരു പാർട്ടിയെ കുറിച്ച്, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, മീഡിയ വൺ TV ചാനൽ ഉൾപ്പെടെയുള്ള അവരുടെ മാധ്യമങ്ങളെ കുറിച്ച് അതിന്റെ ഉത്തരവാദിത്വ ബോധം ഉണ്ടല്ലോ. അത് ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ സൈബർ ഇടത്തിൽ പിന്തുണയ്ക്കുന്ന ഒരാൾ ഉത്തരവാദിത്തരഹിതമായി എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നുമല്ല എന്റെ ഒരു വിമർശനം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി സൈബർ ഇടത്തിൽ ഇങ്ങനെ വാദിക്കുന്ന ഒരാൾ നീ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉയർത്തിയാൽ അതൊന്നും നമ്മൾ പരിഗണിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം, അവരുടെ മാധ്യമങ്ങൾ അങ്ങനെ ഉത്തരവാദിത്വമുള്ളവർ സ്വീകരിക്കുന്നതിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എതിർക്കുന്ന ആരെങ്കിലും, ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാനാണല്ലോ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു ചാപ്പ ഞാൻ അടിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിലപാടുകളെ നമുക്ക് വിമർശിക്കാം, പക്ഷെ അത് അപ്പോഴപ്പോഴുള്ള താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാവരുത്. മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തെ അത് എങ്ങനെയാണ് ബാധിക്കുക എന്ന് നോക്കിയിട്ട് വേണം. ഒപ്പം അടിയുറച്ച മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവരെ തങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന കാരണം കൊണ്ട് വർഗീയ ചാപ്പയടിക്കുന്നത് മതനിരപേക്ഷതയെ കാര്യമായി തന്നെ ക്ഷതമേൽപ്പിക്കും. ആ ഗൗരവം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നതാണ് നല്ലത്.